ഞാൻ ഡോക്ടർ സ്മിത യേശുവൻ, ദേശീയ ആരോഗ്യ ദൗത്യം ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രം വിളപ്പിൽശാല വർക്ക് ചെയ്യുന്നു. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ഗർഭിണി പരിചര്യ എന്നുള്ളതാണ്. നമുക്കറിയാം, ഗർഭിണി പരിചര്യ എന്ന് പറയുമ്പോൾ ഒരു നല്ല പ്രോജനിക്ക് വേണ്ടിയിട്ട് എത്രത്തോളം ഭംഗിയായി രക്ഷിതാക്കൾ ജീവിച്ചു പോരണമെന്നും ഒരു നല്ല പ്രോജനിയെ കിട്ടുവാനായിട്ട് അതുമുതൽ അനുവർത്തിച്ച് പോരേണ്ട ഒരു നല്ല ചര്യയാണ് ഗർഭിണി പരിചര്യ. അതായത് ഏതാണ്ട് 9 മാസവും 15 ദിവസവും എന്നൊക്കെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി പറയാവുന്ന ഒരു കാലഘട്ടം. ഇതിൽ ഓരോ മാസത്തിനും പ്രാധാന്യമുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദ്യത്തെ 3 മാസം, അതായത് ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ, അതേപോലെ തന്നെ ലാസ്റ്റ് 3 മാസം, ലാസ്റ്റ് ട്രൈമസ്റ്റർ, ഈ 2 ട്രൈമസ്റ്ററിലും നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. കാരണം അബോർഷൻ പോലുള്ള പ്രയാസങ്ങൾക്ക് കാരണമായി തീരാവുന്ന വളരെ ശ്രദ്ധയോടെ കൈകാര്യങ്ങൾ ചെയ്യേണ്ട മാസങ്ങളാണിവ. ആയുർവേദത്തെ സംബന്ധിച്ച് നമുക്ക് മാസാനുമാസിക ഗർഭിണി പരിചര്യ എന്നുള്ള രീതിയിൽ ഓരോ മാസവും അനുവർത്തിച്ചു പോകേണ്ട മരുന്നുകളും ജീവിതചര്യകളും ആയുർവേദം അനുശാസിക്കുന്നു. പാൽ കഷായങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ആൻറ്റിനേറ്റൽ പേഷ്യൻസിന് നൽകി വരുന്നത്. ഓരോ മാസവും കൃത്യമായിട്ടും ആയുർവേദ ഡോക്ടറെ അടുത്ത് വന്ന് അവർ കണ്ട് അവരുടെ പ്രശ്നങ്ങളെയും അവരുടെ അപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനും അറിയിച്ച് വേണ്ടുന്ന തരത്തിലുള്ള സ്കാനിങ് പോലുള്ള സാധാരണ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അത്തരത്തിലുള്ള ചെറിയ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്ത് തന്നെ നമുക്ക് അവരുടെ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഓരോ മാസവും കൃത്യമായി മരുന്നുകൾ നൽകേണ്ട ഒരു രീതിയുണ്ട്. അതേപോലെ തന്നെ ഓരോ മാസവും അനുവർത്തിക്കേണ്ട മരുന്നുകളും ആഹാരവും ഒക്കെ പാനീയങ്ങളും ഒക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രോജനിയെ കിട്ടുള്ളൂ. അതുമാത്രമല്ല, ആ സമയത്ത് നമ്മൾ കുറച്ച് കൂടുതൽ സ്വസ്ഥവൃത്തം പാലിച്ചു പോകണം എന്നുള്ളതാണ് ആയുർവേദം പറയുക. എന്താണ് സ്വസ്ഥവൃത്തം? കൃത്യമായിട്ടും നല്ലൊരു രീതിയിലുള്ള ഒരു മനസ്സോടുകൂടിയ ജീവിതം, ഒരു തരത്തിലുള്ള മോശമായ ചിന്തകൾ പോലും ഇല്ലാണ്ട് എല്ലാവരോടും കാരുണ്യമായിട്ടും സ്നേഹമായിട്ടും ഒക്കെ നമ്മൾ ഒരു തരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളൊന്നുമില്ലാതെ നന്നായിട്ട് കടന്നു പോകേണ്ട ഒരു കാലഘട്ടമാണ് ഗർഭിണി പരിചര്യയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു 9 മാസങ്ങൾ. അപ്പോൾ എങ്കിൽ മാത്രമേ ആ കുഞ്ഞിനും നല്ലൊരു ആരോഗ്യപൂർണമായ മനസ്സും ശരീരവും ആത്മാവും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് വളരെ സ്ട്രെസ്ഡ് ആണെങ്കിൽ, മോശമായ ആഹാരങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ ഒരുപാട് ദോഷങ്ങളുള്ള ഒരു പ്രോജനിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ വേണം ഈ മാസങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ 9 മാസവും കൃത്യമായ ആയുർവേദ ഗർഭിണി പരിചര്യ പാലിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു തരത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഇല്ലാതെ വലിയ വേദന പോലും, പ്രസവ വേദനയാണല്ലോ നമ്മൾ ഏറ്റവും വലിയ വേദനയായിട്ട് പറയുക, ഏതാണ്ട് പ്രൈമി ഗ്രാവിഡ അല്ലെങ്കിൽ ആദ്യത്തെ ഗർഭം ധരിക്കുന്ന സ്ത്രീക്ക് ഉണ്ടാവുന്ന വേദന എന്ന് പറയുന്നത്, പുസ്തകത്തിൽ ലിഖിതമായ ടൈമിങ്ങാണ് ഞാൻ പറയുന്നത്, 12 മുതൽ 16 മണിക്കൂർ വരെ വേദന അനുഭവിച്ചാണ് ഒരു സ്ത്രീയുടെ ആദ്യത്തെ പ്രസവം എന്ന് പറയുന്നത്. അത്തരത്തിലൊരു നീണ്ട സമയത്തെ വേദന പോലും ഇല്ലാതെ കഷ്ടിച്ചാൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാത്രം അനുഭവിക്കേണ്ട വേദനയോടുകൂടി മാത്രം പൂർണ്ണമായി വേദനയില്ലാണ്ട് പ്രസവം നടക്കുമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ഒരു അരമണിക്കൂർ മാത്രം വേദന അനുഭവിച്ച് ഒരു സുഖപ്രസവത്തിലേക്ക് നമുക്ക് ആ സ്ത്രീയെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് ആയുർവേദ മരുന്നുകളുടെ ശക്തി തന്നെയാണ്. മാത്രവുമല്ല, ആയുർവേദ രീതിയിലുള്ള ജീവിതചര്യയുടെ ഗുണം കൂടിയാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മളൊരു ആയുർവേദ ഡോക്ടറെ സമീപിച്ച് കൃത്യമായ ഗർഭിണി പരിചര്യയിലൂടെ നല്ല ഹോളി ബുക്സൊക്കെ വായിച്ച് നന്നായി പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ ഉള്ള ഒരു ജീവിതം അവലംബിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗർഭിണിക്ക് ഒരു നല്ല പ്രോജനിയെ സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് തീർച്ച.